ഹലോ. വൈകിട്ടായപ്പോൾ എന്തെങ്കിലും മധുരം കഴിക്കണമെന്നൊരാഗ്രഹം തോന്നി. പക്ഷെ എന്തുണ്ടാക്കി കഴിക്കും? അങ്ങനെ കൺഫ്യൂഷൻ അടിച്ചിരുന്നപ്പോഴാണ് കേസരി ഉണ്ടാക്കി കഴിച്ചാലെന്നൊരു ഐഡിയ തോന്നിയത്. കേസരിയൊക്കെ കടയിൽ നിന്ന് മേടിച്ച് കഴിച്ച അനുഭവമേ ഉള്ളൂ, ഉണ്ടാക്കി നോക്കി കഴിച്ച അനുഭവമൊന്നുമില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒന്നുണ്ടാക്കി പരീക്ഷിച്ച് നോക്കാമെന്ന്. അങ്ങനെ ഞാനും ഉണ്ടാക്കി കേസരി. ആദ്യം ചൂടായ നെയ്യിലേക്ക് അണ്ടിപ്പരിപ്പും കിസ്മിസും കൂടി വറുത്ത് കോരി മാറ്റി വെച്ചു. ഇനി ബാക്കി വന്ന നെയ്യിലേക്ക് ആവശ്യത്തിന് റവ ചേർത്തു. ഞാൻ ഇച്ചിരി ക്വാണ്ടിറ്റി കൂടുതലാക്കിയ റവ ഇട്ടിട്ടുള്ളത്. എന്താണെന്ന് വെച്ചാൽ ഞാൻ നല്ലൊരു മധുരപ്രിയയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്തായാലും ഉണ്ടാക്കുമ്പോൾ കുറച്ച് ക്വാണ്ടിറ്റി കൂടുതലായിട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. എന്നിട്ട് സ്റ്റോർ ചെയ്ത് വെച്ചിരുന്നാൽ എനിക്ക് ഇടയ്ക്ക് കഴിക്കണമെന്ന് തോന്നുമ്പോൾ എടുത്ത് കഴിക്കാമല്ലോ. അങ്ങനെ വിചാരിച്ചിട്ട് ഞാൻ ഇച്ചിരി ക്വാണ്ടിറ്റി കൂടുതലാണ് റവ ഇട്ടിട്ടുണ്ടായിരുന്നത്. ഇനി ഇതിനെ ഒന്ന് ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കുക ചെയ്യണത്. ഒരുപാട് ബ്രൗൺ കളറൊന്നും ആവണ്ട, ചെറുതായിട്ടൊന്ന് ആ ഒരു പരിവെല്ലാവർക്കും അറിയായിരിക്കുമല്ലോ. ഇനി അതിലേക്ക് ആവശ്യത്തിന് ചൂടുവെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നത്. പച്ചവെള്ളം ഒഴിക്കൂ എന്നെനിക്കറിയില്ല, എന്തായാലും ഞാൻ ചൂടുവെള്ളമാണ് ചേർത്ത് കൊടുത്തത്. ഇനി ഇതിലേക്ക് ഫുഡ് കളർ. ഈ ഫുഡ് കളർ എന്ന് വെച്ചാൽ നാച്ചുറലാണ്, ക്യാരറ്റ് പിഴിഞ്ഞ് എടുത്തിട്ടുണ്ടായിരുന്ന കളറാണത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് പഞ്ചസാരയാണ് ഈ ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിനെ നന്നായിട്ടൊന്ന് ഇളക്കാനുണ്ട്. നന്നായിട്ട് ഇളക്കുമ്പോൾ ഈ പഞ്ചസാരയൊക്കെ മെൽറ്റായിട്ട് ഇതുമായിട്ട് അലിഞ്ഞ് ചേർന്ന് ആ ഒരു കേസരിയുടെ കൺസിസ്റ്റൻസി നമുക്ക് അറിയാനായിട്ട് പറ്റും. അപ്പോൾ ആ ഒരു കൺസിസ്റ്റൻസി എൻ്റെ മനസ്സിലുള്ളത് കൊണ്ട് തന്നെ ദൈവമേ ആ ഒരു ലെവലിലോട്ട് തന്നെ എത്തണേ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനിത് ഉണ്ടായിക്കൊണ്ടിരുന്നത് തന്നെ. അപ്പോൾ നോക്കിയപ്പോൾ പഞ്ചസാരയൊക്കെ ഇട്ടപ്പോൾ ആ കൺസിസ്റ്റൻസി തന്നെ വരികയും ചെയ്തു. ഇനി അതിലേക്ക് വറുത്ത് കോരി മാറ്റി വെച്ചിരുന്ന അണ്ടിപ്പരിപ്പും കിസ്മിസും കൂടി ഇട്ട് കൊടുത്തു. ഇനി ഇതിനെ നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം. ഇനി അതിലേക്ക് ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് ഏലക്കാപ്പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത്. എൻ്റെ കയ്യിൽ കുറേ ഏലക്ക ഉണ്ടായിരുന്നത് കൊണ്ട് അതിനെയാണ് ഞാൻ മിക്സിയിലൊന്ന് അടിച്ചെടുത്ത് നല്ല പൊടിയാക്കി പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നത്. ഇനി അതില്ലാന്നുണ്ടെങ്കിൽ ഏലക്കയും പഞ്ചസാരയും കൂടി മിക്സ് ചെയ്തിട്ട് മിക്സിയിൽ അടിച്ചെടുത്ത് അങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് ചേർക്കാവുന്നതാണ്. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് അപ്പോൾ തന്നെ നമുക്ക് ആ ഒരു കൺസിസ്റ്റൻസി മനസ്സിലാവുന്നുണ്ടായിരിക്കുമല്ലോ, നല്ല സോഫ്റ്റായിട്ടിരിക്കുന്നത്. ഇനി എന്തിനെ ഒന്ന് ഞാൻ ബൗളിലാക്കി ഒന്ന് ഡെക്കറേറ്റൊക്കെ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം അണ്ടിപ്പരിപ്പും കിസ്മിസും കൂടി ഇട്ട് കൊടുത്തിട്ട് അതിലേക്ക് ഞാൻ ആ റവ കേസരി എടുത്ത് വെച്ചിട്ട് അതിനെ ആ പ്ലേറ്റിലോട്ടാക്കിയിട്ട് ഞാൻ ഇങ്ങനെയൊക്കെ ഷേപ്പാക്കിയൊക്കെ എടുത്തിട്ടുണ്ട്. കഴിച്ച് നോക്കിയപ്പോൾ അടിപൊളി ടേസ്റ്റായിരുന്നു കേട്ടോ. നിങ്ങളും പരീക്ഷിക്കണേ.